UP കാൺപൂരിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. കാരണം അവയവ കച്ചവടത്തിൻ്റെ അതിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു വാതിലാണ് അവിടെ ചില ഡോക്ടേഴ്സിനെയും ചില മെഡിക്കൽ ടീമുകളെയും അറസ്റ്റ് ചെയ്ത് മുഖാന്തരം പുറത്തു വന്നിരിക്കുന്നത്. ഡേഞ്ചറസ് ആയിട്ടുള്ള ആക്റ്റാണത്. ഇത് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന കണ്ണികളാണ്. ഇവിടെ എല്ലാ ഹോസ്പിറ്റലുകളും ഒരു പക്ഷേ ഇതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള ഏജൻസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. കാരണം മൂവാറ്റുപുഴയിൽ 2 കുട്ടികളെ പണ്ട് മരണം ആക്സിഡൻറ്റിൽ മരിച്ചത്, അത് ആ കുഞ്ഞുങ്ങളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുവദിക്കാതെ അവരെ അടക്കിയെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതുപോലെ ഇത് ഈ ഇന്ത്യയിലെ UP മാത്രമല്ല നടക്കുന്നത്, ഇത് കേരളത്തിലും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വിദേശങ്ങളിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറകിൽ വലിയ കണ്ണികളാണ്. അതുകൊണ്ട് ഈ ആക്സിഡൻ്റ് കേസുകൾ ബേസിക്കലി നമ്മൾ പരിശോധിച്ചാൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് യുവാക്കന്മാരായിട്ടുള്ള ബൈക്ക് ഓടിക്കുന്ന, സ്കൂട്ടർ ഓടിക്കുന്ന ഈ 15-നും 25-നും 40-നും ഒക്കെ ഇടയ്ക്കുള്ള ആളുകളെയാണ്. അങ്ങനെയും കൊണ്ടുപോകുന്നുണ്ട്. മരണം അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാക്കിക്കൊണ്ട്, ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്തുകൊണ്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൂടാതെ പണം നൽകിക്കൊണ്ട് രഹസ്യമായിട്ട് ഇത് വിൽക്കുന്ന, ഒരു പ്രൊസീജിയറും പാലിക്കാതെ, നിയമപരമായിട്ടുള്ള യാതൊരു പ്രൊസീജിയറും പാലിക്കാതെ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ഇത് ഏറ്റവും ക്രൂവലായിട്ടുള്ള, ഒരു മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെ നശിപ്പിക്കുന്ന. ഇതിൻ്റെയൊക്കെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് കൃത്യമായ സംരക്ഷണം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്തത് ഒന്ന്, ഗവൺമെൻറ്റിന് ജോലി കൊടുക്കാൻ കഴിയാത്തത്, സാമ്പത്തികമായ ആവശ്യങ്ങളെ, ഒരു വ്യക്തിയുടെ സാമ്പത്തിക ആവശ്യങ്ങളെ അവർക്ക് കഴിയാതെ വരുമ്പോൾ അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്വന്തം അവയവം ദാനം ചെയ്ത് അവർ അതിനെ കണ്ടെത്താൻ ശ്രമിക്കുന്ന വളരെ വളരെ വേദനിപ്പിക്കുന്ന, ഹൃദയം തകർക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഈ അവയവദാനം ഒരു മഹാദാനം എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ദിസ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ അവയവം ആ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്, അത് മറ്റു മനുഷ്യരിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളതല്ല. ദൈവം ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത്